ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ഞായറാഴ്ച സംപ്രേഷണം ചെയ്ത എപ്പിസോഡിലെ പ്രധാന വിശേഷങ്ങൾ ഇങ്ങനെ. ആദ്യ എപ്പിസോഡിൽ സെലക്ട് ചെയ്യപ്പെട്ട 20 മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ള സെലക്ഷൻ പ്രോസസ്സുകളായിരുന്നു നടന്നതെങ്കിൽ ശേഷിച്ച 20 മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ള സെലക്ഷൻ പ്രോസസ്സ് ആരംഭിക്കുകയായിരുന്നു രണ്ടാമത്തെ എപ്പിസോഡിൽ. ആദ്യം വേദിയിലെത്തിയ ആങ്കർ ജഡ്ജസുമായി കഴിഞ്ഞ ദിവസത്തെ അഗ്നിപരീക്ഷ എപ്പിസോഡിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ഈ എപ്പിസോഡിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ആദ്യ ദിവസം അവസരം ലഭിക്കാത്ത 20 പേരെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ഇവർക്കിടയിൽ ചില ഡിസ്കഷനുകൾ നടക്കുന്നു. അതിനിടയിൽ ഇന്നലെ ലോക്ക് ജാമായി എന്ന കാരണം കൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ എൻട്രി അനുവദിച്ച പൂജയുടെ കാര്യത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ ജസ്റ്റിസ് സെർവ് ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുന്നു. ഒരു സമയത്ത് ഇത് ജഡ്ജസുമായി തർക്കത്തിലാകുകയും അവസാനം ജഡ്ജസ് ഈ പ്രശ്നം മത്സരാർത്ഥികളുടെ പ്രത്യേകിച്ചും ഈ വിഷയം ഉന്നയിച്ച പൂജയുടെ ഒരു ഫോൾട്ടായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസത്തേതുപോലെ 3 ഗ്രൂപ്പുകളായി തിരിക്കുന്നു. ഓരോ ജഡ്ജസും അവരുടെ ഇഷ്ടപ്രകാരം ഓരോരുത്തരെ റാൻഡമായി വിളിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോ ടാസ്ക് വീതം നൽകുന്നു. ആദ്യത്തെ ടീമായ രഞ്ജിനി ഹരിദാസിന്റെ ടീമിന് നൽകിയ ടാസ്ക് തന്നിരിക്കുന്ന വ്യത്യസ്തമായ ജിയോമെട്രിക് രൂപങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ പിരമിഡ് ബസറടിക്കുന്ന സമയത്തിനുള്ളിൽ ഉണ്ടാക്കുക എന്നതാണ്. രണ്ടാമത്തെ ടാസ്ക് റിയാസ് തിരഞ്ഞെടുത്ത ടീമിന് വേണ്ടിയായിരുന്നു. ഒരു ബാംബൂ സ്റ്റിക്ക് ഉപയോഗിച്ച് ചെണ്ടയുടെ അകമ്പടിയോടെ ഡാൻസ് ചെയ്യുകയും ചെണ്ട അവസാനിക്കുമ്പോൾ സ്റ്റിക്ക് വിട്ട് അടുത്ത ആളുടെ സ്റ്റിക്ക് പിടിക്കുക എന്നതായിരുന്നു. മൂന്നാമത്തെ ടാസ്ക് അഖിൽ മാരാരുടെ ഗ്രൂപ്പിന് നൽകിയത് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പേപ്പറുകൾ ഒരു പൂക്കളം പോലെ വൃത്തത്തിൽ ഫ്ലോറിൽ നിറച്ചിട്ടുണ്ടാകും. ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ഓരോ നിറം തിരഞ്ഞെടുക്കണം. അവർക്ക് ഓരോ ബോളും ഒരു സ്റ്റാൻഡ് ലഭിക്കും. ഒപ്പം കുറേ സ്ട്രോകളും. ആ സ്ട്രോകൾ ഉപയോഗിച്ച് ബ്ലോ ചെയ്ത് അവർ സെലക്ട് ചെയ്തിരിക്കുന്ന നിറത്തിലുള്ള പേപ്പറുകൾ മാത്രം അവരുടെ ബോളുകളിൽ നിറയ്ക്കണം. മറ്റ് നിറത്തിലുള്ള പേപ്പറുകൾ അവരുടെ ബോളിൽ എത്തിയാൽ അവർ ഔട്ടാകും. ഇങ്ങനെ 3 വ്യത്യസ്ത സെലക്ഷൻ ടാസ്കുകളാണ് നൽകിയത്. ഇതിലൂടെ 5 പേരെ ഇൻഫിനിറ്റി പെൻഡന്റ് നൽകി സെലക്ട് ചെയ്യുകയും 6 പേരെ ഔട്ട് ഹൗസിലേക്ക് വിടുകയും ചെയ്തു. ഇന്നത്തെ രണ്ടാമത്തെ എപ്പിസോഡിന്റെ പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്ന് പല ജഡ്ജ്മെന്റുകളും ഒരുപക്ഷെ ഡിസ്പ്യൂട്ട് ചെയ്തേക്കാം എന്ന നിലയിലുള്ള ജഡ്ജ്മെന്റുകളാണ്. അതുപോലെ തന്നെ പലപ്പോഴും മത്സരാർത്ഥികൾ അവരുടെ പെരുമാറ്റം കൊണ്ട് ജഡ്ജസിനെ പ്രകോപിപ്പിക്കുകയും അതിനെതിരെ വളരെ ശക്തമായ നിലപാട് ജഡ്ജസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ആദ്യ ദിവസം സെലക്റ്റഡായി അഗ്നിപരീക്ഷ ഫ്ലോറിലേക്ക് എത്തിയ മത്സരാർത്ഥികളെക്കാൾ കൂടുതൽ മത്സര വീര്യം കാണിച്ച മത്സരാർത്ഥികൾ രണ്ടാമത്തെ ദിവസം എത്തിയ മത്സരാർത്ഥികളാണ്. അതിന് കാരണം ഒരുപക്ഷെ ആദ്യ ദിവസത്തെ ഇവരുടെ തോൽവി തന്നെയായിരിക്കും കണക്ക് കൂട്ടാം. ജഡ്ജസും ഇക്കാര്യം പറയുന്നുണ്ട്. ഏതായാലും വളരെ മനോഹരമായ ആദ്യ എപ്പിസോഡിനേക്കാൾ കൂടുതൽ എൻഗേജിംഗ് ആയ ഒരു എപ്പിസോഡായിരുന്നു അഗ്നിപരീക്ഷയുടെ രണ്ടാമത്തെ എപ്പിസോഡ്.